അതിനുശേഷം ആശമാരുടെ ഒരു മഹാസംഗമം, ആയിരക്കണക്കിന് ആശമാർ പങ്കെടുത്ത ഒരു മഹാസംഗമം നടത്തുകയുണ്ടായി. തുടർന്ന് ഒരു നിയമസഭാ മാർച്ചും ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം പോലുള്ള സമരപരിപാടികൾ നമ്മൾ നടത്തുകയുണ്ടായി. എന്തിനേറെ പറയട്ടെ, അങ്ങേയറ്റം ശക്തമായൊരു പ്രതിഷേധം എന്ന നിലയിൽ മുടിമുറിച്ചുകൊണ്ട് കേരളത്തിലെ ആശമാർ മുടിമുറിച്ചുകൊണ്ടുള്ള ഒരു മുടിമുറിക്കൽ സമരം നടത്തി. പക്ഷേ ഈ ഘട്ടങ്ങളിലൂടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സമരത്തെ വളരെയധികം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് സമരം തുടങ്ങിയത് മുതൽ ഇന്ന് വരെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും നമ്മുടെ ജനത ഏറ്റെടുത്തിരിക്കുകയാണ് ഈ സമരം. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അവഹേളനങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ജയിച്ച് മാത്രമേ പിന്മാറുകയുള്ളൂ. ഇത് ജയിക്കാനുള്ള ഒരു സമരമാണ്. ഈ സമരം ജയിച്ചിട്ടേ പിന്മാറുകയുള്ളൂ. നമ്മുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ സമരത്തിന്റെ 4ാം ഘട്ടം എന്ന നിലയിലാണ് ആശമാരുടെ ഈ ഐതിഹാസികമായ രാപ്പകൽ സമരയാത്ര തുടങ്ങിയിരിക്കുന്നത്. അത് മെയ് 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. ഇന്ന് കണ്ണൂരിൽ അവസാനിച്ച് വയനാട് ഇന്ന് അവസാനിക്കുകയാണ്. നാളെ രാവിലെ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് അത് വരികയാണ്. താമരശ്ശേരിയിലാണ് നമ്മൾ ആദ്യത്തെ സ്വീകരണം കൊടുക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ജില്ലകളിൽ നിന്നെല്ലാം വളരെയധികം ബഹുജനങ്ങളുടെ ഒരു പൂർണ്ണ പിന്തുണയും നേടിക്കൊണ്ടാണ് ഈ സമര കേന്ദ്രങ്ങളിലെല്ലാം നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തിരിക്കുന്നത്.